സിൽവിയോട് ഈ വർഷം മുതൽ തന്നെ ജോയിൻ ചെയ്തുകൊള്ളാൻ പറഞ്ഞേക്ക്. ജോണച്ചൻ്റെ വാക്കുകൾ അപ്പച്ചൻ ചേട്ടൻ്റെ മനസ്സ് നിറച്ചു. പക്ഷേ അധികനാൾ കഴിയും മുമ്പ് ആ ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്താൻ പോന്ന ഒരു ദുരന്തം പ്രകൃതി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യസ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയസ്പർശിയായ അധ്യായമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് പോയാലോ? ജിമ്മിയും അപ്പച്ചൻ ചേട്ടനും പോയി ജെയിംസ് അച്ഛനെ കണ്ടിട്ട് പോന്നപ്പോൾ അവരെ സമാധാനിപ്പിച്ചു വിട്ടു. എങ്കിലും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ച് അല്പം ആശങ്കയൊക്കെ അച്ഛനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥ വിവരം ബിഷപ്പിനെ ഒന്നറിയിക്കാൻ പരിശ്രമിക്കുകയാണ് ചെയ്തത്. ബിഷപ്പിൻ്റെ അടുത്ത് നിന്നും നേരത്തെ എടുത്ത തീരുമാനത്തിന് മാറ്റം വരുത്തണ്ടേ? വൈകിട്ടാണ് ഒന്ന് കാണാൻ പറ്റിയത്. അതുവരെ പല സ്ഥലങ്ങളിൽ തിരക്കും കാര്യങ്ങളുമായി നടക്കുകയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ സമാധാനപരമായി വേണമല്ലോ പറയാൻ. കാണുകയും വിവരങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ബിഷപ്പ് അല്പം ദേഷ്യത്തിലാണ് സംസാരിച്ചത്. സോജനോട് വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിരുന്നതല്ലേ, ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനത് നേരത്തെ പറയാമായിരുന്നല്ലോ. ഇനിയിപ്പോൾ അവനോട് പറഞ്ഞ വാക്ക് ഞാൻ മാറ്റണ്ടേ? അന്നറിയാവുന്നത് ക്ലെയിം എടുത്ത ഒരു കുട്ടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത വർഷവും ഒരു ചാൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ആ കുട്ടിക്ക് അന്ന് കൊടുത്താൽ മതിയല്ലോ എന്നാണ് കരുതിയത്. ഇപ്പോൾ ഇടവകക്കാർ മുഴുവനും എതിരാണ് എന്നാണ് പറയുന്നത്. ഈ ആഴ്ച അവിടെ പൊതുയോഗം നടക്കുന്നുണ്ട്. അതിൽ എന്തും നടക്കാം. പൊതുയോഗം ഏതെങ്കിലും കാരണവശാൽ എതിരായിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിലോ? അങ്ങനെ വന്നാൽ നമുക്ക് തീരുമാനം പുനഃപരിശോധിക്കാതിരിക്കാൻ കഴിയില്ല. ഏതായാലും അതിൻ്റെ തീരുമാനം വരട്ടെ. കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു തവണ കൂടി അച്ഛൻ എന്നെ വന്ന് കാണണം. അന്ന് നമുക്ക് അന്തിമമായ ഒരു തീരുമാനത്തിലെത്താം. പൊതുയോഗത്തിൻ്റെ തീരുമാനം കിട്ടിയ ഉടനെ തന്നെ ജെയിംസ് അച്ഛൻ ബിഷപ്പിനെ വീണ്ടും കണ്ടു. പൊതുയോഗ തീരുമാനങ്ങളും ജോണച്ചൻ്റെ റിപ്പോർട്ടും ഒരുമിച്ചാണ് ബിഷപ്പിന് സമർപ്പിച്ചത്. പ്രസക്ത ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടാണ് കൊടുത്തത്. ഇല്ലാത്ത സമയമുണ്ടാക്കി വായിക്കുന്നതാണല്ലോ, അപ്പോൾ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് മാത്രം നോക്കിയതിന് ശേഷം മറുപടി കിട്ടി. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. ക്ലെയിം ഉള്ള കുട്ടിക്ക് ആദ്യം കൊടുക്കുക. സോജനോട് പറഞ്ഞ കുട്ടിക്ക് അടുത്ത ചാൻസിലും കൊടുക്കുക. നമ്മൾ വാക്ക് പറഞ്ഞതിന് പ്രകാരം കൊടുക്കാതിരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സാരമില്ല, ഞാൻ അവനോട് കാര്യം പറഞ്ഞുകൊള്ളാം. അങ്ങനെ ആ പ്രശ്നത്തിന് ശുഭകരമായ ഒരു പര്യവസാനമായി. കുറച്ച് ദിവസം ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നെങ്കിലും അനുകൂലമായ തീരുമാനമാണല്ലോ വരാൻ പോകുന്നത്. എന്നാൽ തീരുമാനം വന്നിട്ടില്ല. പിന്നെ കാര്യങ്ങളെല്ലാം ഷടാന്ന് നടന്നു. കൈക്കാരൻ ജോസ് ചേട്ടൻ ഒട്ടുപാലും കൊണ്ടുവന്നപ്പോഴാണ് അച്ഛൻ അന്വേഷിക്കുന്ന വിവരം അപ്പച്ചൻ ചേട്ടനോട് പറഞ്ഞത്. കാര്യമെന്താണെന്നൊന്നും പറഞ്ഞില്ല. അവിടേക്ക് ചെല്ലാൻ പറയാനാണ് പറഞ്ഞത് എന്ന് മാത്രം പറഞ്ഞു. അപ്പോഴും എന്തിനായിരിക്കും എന്ന് സംശയമുണ്ടായിരുന്നു. ആദ്യത്തെ ചാൻസിൽ കൊടുക്കാൻ പറ്റില്ല എന്നെങ്ങാനും പറയാനായിരിക്കുമോ എന്നൊരു ചിന്ത അപ്പച്ചൻ ചേട്ടന് ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയാണ് അന്തിമമായി പറയാൻ പോകുന്നതെങ്കിലും അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ. കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ചെല്ലാൻ പറഞ്ഞാൽ അതനുസരിക്കണ്ടേ?
താമസിക്കാതെ തന്നെ അപ്പച്ചൻ ചേട്ടൻ അങ്ങോട്ട് ചെന്നു. പള്ളിയിൽ ചെന്നപ്പോൾ ജോൺ അച്ഛൻ കാത്തിരിക്കുന്നത് പോലെയാണ് തോന്നിയത്. അച്ഛൻ സന്തോഷപൂർവ്വം കാര്യം പറഞ്ഞു. സിൽവിയോട് ഈ വർഷം ആദ്യം മുതൽ തന്നെ ജോയിൻ ചെയ്തു കൊള്ളാൻ പറഞ്ഞേക്ക്. കുറച്ച് ദിവസം അല്പം വിഷമം അനുഭവിക്കേണ്ടി വന്നു അല്ലേ? സാരമില്ല, എല്ലാ നല്ല കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്ന തുകയും കൊടുത്തു. വേണ്ട മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ അധിക ദിവസമൊന്നും വേണ്ടി വന്നില്ല. അതൊക്കെ നേരത്തെ തന്നെ കരുതി വച്ചിരുന്നതാണല്ലോ. ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് 1,00,000 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നത് മുതൽ അങ്ങനെ സിൽവിക്ക് സ്ഥിരമായി നിയമനമായി. അപ്പച്ചൻ്റെ മകൾ സിൽവി അങ്ങനെ പുല്ലരിയിലെ പള്ളിവക സ്കൂളിലെ സ്ഥിരം അധ്യാപികയായി. ജൂൺ 4-ാം തീയതി സ്കൂൾ തുറന്ന അന്നു മുതൽ സിൽവി ടീച്ചർ സ്കൂളിൽ പോകാൻ തുടങ്ങി. കഴിഞ്ഞ 6 മാസവും പഠിപ്പിക്കാൻ പോയതാണല്ലോ. അതുകൊണ്ട് പഠിപ്പിക്കുന്നതിനെപ്പറ്റി ഒന്നും ഒരു ടെൻഷനും സിൽവിക്ക് ഇല്ലായിരുന്നു. സ്കൂൾ തുറന്ന ദിവസം ആകാശനീല നിറത്തിലുള്ള സാരിയുടുത്ത് മാച്ചിങ്ങായ വസ്ത്രങ്ങൾ ധരിച്ചിറങ്ങിയ അതിസുന്ദരിയായ മകളെ കണ്ടപ്പോൾ സാറാമ്മയ്ക്ക് പോലും അല്പം അസൂയ തോന്നിയോ? സ്കൂൾ ബസ്സിലാണ് അവളുടെയും പോക്ക്. കടയുടെ മുന്നിൽ നിന്ന് കയറാം. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ അവിടെ തന്നെ ഇറങ്ങുകയും ചെയ്യാം. ഈ കൊല്ലം മുതലാണ് അതിനുള്ള സൗകര്യം. അല്പനേരം കാത്തു നിൽക്കണമെങ്കിൽ തന്നെ കടയിലാണല്ലോ. ചാച്ചനോട് വർത്തമാനവും പറഞ്ഞ് അവിടെ നിൽക്കാം. വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെയല്ലേ തോന്നുകയുള്ളൂ. സ്കൂള് തുറക്കുമ്പോൾ മഴ പെയ്യുന്നത് സർവ്വസാധാരണമാണല്ലോ. ആ പതിവ് ഇക്കൊല്ലവും തെറ്റിച്ചില്ല. എന്നാലും ബസ്സിൽ പോകുന്നത് കൊണ്ട് സിൽവിയെ മഴ ബാധിച്ചില്ല. എന്നാൽ 2 ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും മഴയും വെള്ളപ്പൊക്കവും ശക്തമായി. തുടരെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കണ്ടമാനം കൃഷിസ്ഥലങ്ങൾ ഒലിച്ചുപോയി. അവിടെയുണ്ടായിരുന്ന നിരവധി വീടുകളും ഒഴുകിപ്പോയി. ജീവഹാനി ഉണ്ടായത് താരതമ്യേന കുറവായിരുന്നെങ്കിലും അത് പുല്ലരിക്കാരെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അവർക്കെല്ലാം സങ്കടകരമായ ഒരു സംഭവം നടന്നു. മുള്ളുവേലിക്കലെ തോമാച്ചനും അയാളുടെ കുടുംബവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ വിവരം രാവിലെയാണ് പുല്ലരിക്കാർ എല്ലാവരും അറിഞ്ഞത്. ആ കുടുംബത്തിലെ 4 പേരും രാത്രിയിലെ ഉരുൾപൊട്ടലിൽ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാത്രിയിൽ എപ്പോഴോ ആണത്രേ ഉരുൾപൊട്ടൽ. പിന്നെങ്ങനെ രക്ഷപ്പെടാനാണ്? സിൽവിയുടെ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ച മിടുക്കിയായ ഒരു കുഞ്ഞാണ് വെള്ളത്തിൽ ഒഴുകിപ്പോയത്. വിവരമറിഞ്ഞ് സിൽവി കരഞ്ഞുപോയി. അവൾ തൻ്റെ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. 6 മാസമേ അവരെ പഠിപ്പിച്ചുള്ളൂ എങ്കിലും ആ കുട്ടികൾ അവളുടെ മനസ്സിനെ അത്രയധികം സ്വാധീനിച്ചു. അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹവും കരുതലും ഇരട്ടിയായി തിരിച്ചു തരുന്ന കൊച്ചുകുട്ടികൾ. മഴ കുറഞ്ഞില്ല. മാത്രമല്ല പലയിടത്തും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടു. അതുകൊണ്ട് സ്കൂളിലെ ക്ലാസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. വരുന്ന കുട്ടികളിൽ ആരെങ്കിലും ഇനിയും അപകടത്തിൽപ്പെട്ടാലോ? ഒഴുകിപ്പോയ കുട്ടിയുടെ പേര് ആൻമേരി എന്നാണ്. അതിസുന്ദരിയായ ഒരു കൊച്ചുകുട്ടിയായിരുന്നു അവൾ. അവളും അവളുടെ ചേട്ടനുമടക്കം അവരുടെ കുടുംബം മുഴുവനാണ് ഒഴുകിപ്പോയത്. പാതിരാത്രി കഴിഞ്ഞായിരുന്നു ഉരുൾപൊട്ടൽ. അതുകൊണ്ടാണ് എല്ലാവരും ഉൾപ്പെട്ടു പോയത്. ഇതുവരെ 1 വർഷവും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലാത്തതാണ് ആ സ്ഥലം. അതുകൊണ്ടായിരിക്കാം അവർ അവിടെ നിന്നും താമസം മാറാതിരുന്നത്. കനത്ത മഴയെ വകവയ്ക്കാതെ പിറ്റേ ദിവസം മുതൽ തന്നെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി.
പിറ്റേ ദിവസം മുഴുവൻ നടത്തിയ തെരച്ചിലിൽ ആരെയും കണ്ടുകിട്ടിയില്ല. രണ്ടാം ദിവസമാണ് ആൻമേരിയുടെ ജഡം പുഴയിൽ നിന്നും കിട്ടിയത്. കാര്യമായ കുഴപ്പങ്ങളൊന്നും ശരീരത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ പുഞ്ചിരി മുഖത്തുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലാണ് അവളുടെ കിടപ്പ്. അവൾക്ക് ചിരിക്കാനല്ലേ അറിയൂ. കല്ലുകൾക്കിടയിൽ ഒന്നും പെടാതെ വെള്ളത്തിൽ ഒഴുകിപ്പോയതാണ്. ആൻമേരിയുടെ ചാച്ചൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും ജഡങ്ങൾ അന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടി. കാര്യമായ ഒടിവുകളോ ചതവുകളോ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ആൻമേരിയുടെ ചേതനയറ്റ ശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുവന്നപ്പോൾ ശരിക്കും കൂട്ടക്കരച്ചിലായിരുന്നു. സിൽവി ഒരുവിധം പിടിച്ചു നിന്നു. കാരണം കുട്ടികൾ കരയുന്ന കൂടെ ടീച്ചറും കൂടി കരഞ്ഞാൽ പറ്റില്ലല്ലോ. പൊതുദർശനത്തിൻ്റെ സമയത്ത് ആ പ്രദേശത്തെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജനങ്ങൾ ആ കുഞ്ഞുമുഖം ഒരു നോക്ക് കാണാൻ സ്കൂളിൽ എത്തി. ആ മുഖം നോക്കിയിട്ട് വിതുമ്പാത്തവർ ആരുമില്ലായിരുന്നു. പൊതുദർശനത്തിന് ശേഷം 4 മണിക്ക് 4 ജഡങ്ങളും ഒരുമിച്ച് തന്നെ ഒരു കല്ലറയിൽ അടക്കം ചെയ്യാനാണ് തീരുമാനിച്ചത്. മൃതസംസ്കാര ചടങ്ങ് നടത്തിയ അച്ഛനും അതീവ ദുഃഖിതനായിട്ടാണ് കാണപ്പെട്ടത്. ശവമടക്കിനോടനുബന്ധിച്ച് സാധാരണ എന്തെങ്കിലും പറയാറുള്ള അച്ഛന് ഇപ്രാവശ്യം തൊണ്ടയിടറിപ്പോയി. എന്തെങ്കിലും പറയാൻ ശ്രമിച്ചു, പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ആ വൈദികൻ ഇടവക ജനങ്ങളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. വീടുകളും ജീവനോപാധികളും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവരെ സഹായിക്കാൻ പിരിവിനായി അച്ഛൻ തന്നെ മുന്നിട്ടിറങ്ങി. അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ കഴിവിനപ്പുറം സഹായം ചെയ്തു. ചില വീടുകളിൽ നിന്നും സാധനങ്ങളും വസ്ത്രങ്ങളും നൽകി അവരെ സഹായിച്ചു. മിക്കവരും പണം തന്നെയാണ് നൽകിയത്. എല്ലാം നഷ്ടപ്പെട്ടവരാണല്ലോ. ഇനിയെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണ്ടേ. സർക്കാരിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഉരുൾപൊട്ടലിൽ സ്ഥലവും വീടും പോയവർക്ക് താമസയോഗ്യമായ സ്ഥലവും വീടുകളും കൊടുക്കാൻ കഴിഞ്ഞു. 2 കുടുംബങ്ങൾക്ക് താമസിക്കാൻ 20 സെൻറ്റ് വീതം 2 ബ്ലോക്ക് സ്ഥലം പടവിൽ അപ്പച്ചൻ അവരുടെ പേർക്ക് എഴുതി കൊടുത്തു. ആ സ്ഥലത്ത് ഇടവക ജനങ്ങൾ ശ്രമദാനമായി വീടുകളും പണിതു. അപ്പച്ചൻ ചേട്ടൻ്റെ മാതൃക പിന്തുടർന്ന് മറ്റു പലരും 1 വീടിനും 2 വീടിനും ഒക്കെയുള്ള സ്ഥലങ്ങൾ കൊടുത്തു. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും താമസിക്കാനുള്ള വീടൊരുക്കാൻ ഇടവകയ്ക്കും നാട്ടുകാർക്കും കഴിഞ്ഞു. ഇടവകക്കാരങ്ങനെയാണ്, കയ്യും മെയ്യും മറന്ന് സഹായിക്കും. അർഹിക്കുന്നവരാണെന്ന് ബോധ്യപ്പെടണം എന്ന് മാത്രം. ഈ കാര്യത്തിൽ ഇടവക ജനങ്ങൾ മാത്രമല്ല, അവിടെയുള്ള മുസ്ലിം പള്ളിയിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും എല്ലാം സഹായം ഒഴുകിയെത്തി. അപകടത്തിന് എന്തു മതം, എന്ത് ജാതി? ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും ഒന്നു ചേർന്ന് കൈകോർത്ത് പിടിച്ചപ്പോൾ മഴക്കെടുതി അനുഭവിച്ചവർക്ക് ആശ്വാസം നൽകാൻ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളിലെ ശേഷിക്കുന്നവർക്ക് മാത്രം ദുഃഖം ബാക്കിയായി. അതങ്ങനെ പെട്ടെന്നൊന്നും മാറില്ലല്ലോ. ആ ദുഃഖം മാത്രം ആർക്കും പങ്കിട്ടെടുക്കാനും പറ്റില്ലല്ലോ. കാലവർഷത്തിൻ്റെ കെടുതികൾ ഇനിയെങ്കിലും അവസാനിക്കുമോ? അതോ കൂടുതൽ ആളുകൾ ഭവനരഹിതരാകുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമോ? സിൽവിയുടെ ഒരു സ്വപ്നം സഫലമായി. എങ്കിലും ആൻമേരിയുടെ വേർപാട് എല്ലാവരുടെയും മനസ്സുകളിൽ മായാത്ത മുറിവായി അവശേഷിച്ചു. ദുരന്തങ്ങൾക്കിടയിലും മനുഷ്യസ്നേഹവും കരുണയും മരിച്ചിട്ടില്ലെന്ന് ആ ഗ്രാമം വീണ്ടും തെളിയിച്ചു. നാമ്പെടുക്കുന്ന പ്രണയത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ നമുക്കിനിയും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.